വയനാട്ടിൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ ആളില്ല. കർഷകർ വലിയ ദുരിതത്തിലാണ്. സപ്ലൈകോയ്ക്ക് നെല്ല് വിൽക്കാൻ കരാറായ കർഷകരാണ് നെല്ല് സംഭരിക്കാൻ ആളെത്താത്തത് മൂലം പ്രയാസം അനുഭവിക്കുന്നത്. പുൽപ്പള്ളി, പെരിക്കല്ലൂർ, വരദൂർ പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് കൊയ്തെടുത്ത 10,000 ക്വിന്റൽ നെല്ലുമായി ഇങ്ങനെ കാത്തിരിക്കുന്നത്. ദീപക് മോഹൻ നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും. ദീപക്, ഈ കാത്തിരിപ്പ് അത് അവർക്ക് ആശങ്കയോടുകൂടി മാത്രമേ തുടരാൻ സാധിക്കുകയുള്ളൂ. അധികൃതർ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട വരവൂർ പാടശേഖരത്തിലെ കർഷകർ ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയിരുന്നു. നെല്ല് കൊയ്തെടുത്തു. പക്ഷേ വലിയ പ്രയാസം ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. നേരത്തെ മഴ കാലവർഷം മുൻപേ തന്നെ എത്തിയിരുന്നു. പക്ഷേ നെല്ല് കൊയ്തെടുത്തതിന് ശേഷം നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിനെ തുടർന്നാണ് ഈ പുൽപ്പള്ളി വരവൂർ പാടശേഖരത്തിലുള്ള 40 ഏക്കറോളം കൃഷി ചെയ്ത കർഷകർ വലിയ ദുരിതത്തിലായിരിക്കുന്നത്. അവരുടെ നെല്ല് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. കൊയ്തെടുത്ത നെല്ല് ഇവർ ഈ മുകളിലെ കളത്തിൽ ഒരു ഷീറ്റിലിട്ടിരിക്കുകയാണ്. ആ നെല്ല് നേരത്തെ സംഭരിക്കാൻ സപ്ലൈകോ എത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്തിയില്ല എന്നാണ് കർഷകർ പറയുന്നത്. ഈ വരവൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകൻ പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്നാണ് കൊയ്തത്? എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം? ഇതിപ്പോൾ 2 ആഴ്ച മേലെയായി കൊയ്ത് ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ കൊയ്ത് ഉണക്കി ചാക്കിലാക്കി വെച്ചേക്കുവാണ്. ഇത് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ നട്ട് അന്ന് മുതൽ കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. ആനയും പന്നിയും കടുവയും എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇതിനെല്ലാം രാത്രിയും പകലും കാവലിരുന്ന് ഞങ്ങൾ കൃഷി ചെയ്ത് ഇതിപ്പോൾ കൊണ്ടുപോകാത്ത സ്ഥിതിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മൾ വേറെ എന്തെങ്കിലും തൊഴിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും മെച്ചമാണ്. ഒരു 4-5 വർഷമായിട്ട് സ്ഥിരം കൃഷിയുണ്ട്, പണിക്കും പോകും. ഇതും കൊണ്ട് നഷ്ടമല്ലാണ്ട് ഒന്നും വരുന്നില്ല. എന്നിട്ടും കൂടി ഈ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കൊണ്ടുവരും കൂടെ ഇല്ലാത്ത കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള യുവാക്കൾ എന്ത് ചെയ്യും? കുറേ പേര് സമീപിച്ചതാണെന്നാണ് സപ്ലൈകോ ഇവർ കൃഷിഭവനിൽ നിന്നൊക്കെ അറിയിച്ചത്. കൃഷിഭവനിൽ എന്താ പറഞ്ഞത്? കൃഷിഭവനിൽ നിന്ന് അടുത്ത ദിവസം വരും, ഇന്ന ദിവസം വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് പറയുമ്പോഴത്തേക്കും മില്ലുകാർ അവർ നെല്ല് വേണ്ട എന്നുള്ള അറിയിപ്പാണ് നമുക്ക് തരുന്നത്. മുള്ളൻകൊല്ലി വാർഡിലെ ജനപ്രതിനിധിയായിട്ടുള്ള ജോസ് നെല്ലടം നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് MLA-യോട് താങ്കൾ സംസാരിച്ചിരുന്നു. എന്താണ് സപ്ലൈകോ അല്ലെങ്കിൽ MLA മറുപടി എന്താ പറഞ്ഞത്? സിവിൽ സപ്ലൈസ് മന്ത്രിയെ നേരിട്ട് വിളിച്ചു. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ അദ്ദേഹം ഉടനെ തന്നെ സപ്ലൈകോ MD-യെ വിളിച്ച് നെല്ലെടുക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. ആനയോടും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെയും കനത്ത ശല്യമുള്ളതുകൊണ്ട് നെല്ല് വിളഞ്ഞാൽ ഇവർ ഒരു ദിവസം പോലും രാത്രികളുടെ വീട്ടിൽ കിടന്നുറങ്ങാതെ ഇവിടെ ഫെൻസിങ് ഉണ്ടെങ്കിൽ ആന അതെല്ലാം തകർത്ത് കയറി വരും കർണാടക വനാന്തരങ്ങളിൽ നിന്ന്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് ഇവരുണ്ടാക്കുന്ന ഈ നെല്ല് എടുക്കാത്തത് ഈ കർഷകരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. വയലുകളുടെ നാടാണ് വയനാട്. പക്ഷേ ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനിപ്പോൾ കണ്ണീരും കഷ്ടപ്പാടും മാത്രമാണ് ബാക്കി. എത്രയും പെട്ടെന്ന് ഇവരുടെ നെല്ല് സംഭരിക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.